ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. ഇത് മറച്ചു പിടിക്കാൻ ഒന്നും ചെയ്യാത്തവർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മംഗലാപുരം പാലക്കാട് ഡിവിഷനോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ മാറുകയോ ചെയ്തതുകൊണ്ട് യാത്രക്കാർക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. വികസന രംഗത്ത് ഒരു പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അത് പരിഹരിക്കാനും ഇതിലും കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും BJP തയ്യാറാകും എന്നും ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇപ്പോൾ മംഗലാപുരം മാറിയതോടുകൂടിയിട്ട് വിഭജിച്ചു പോയി പാലക്കാട് ഡിവിഷൻ. ഇതാണ് പ്രചരണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും, 2007-2008 പാലക്കാട് ഡിവിഷൻ അക്ഷരാർത്ഥത്തിൽ വിഭജിച്ചത്. അന്ന് ആ വിഭജനത്തിലൂടെ നമുക്ക് ജോലാർപേട്ട സ്റ്റേഷൻ പോയി, ഈറോഡ് സ്റ്റേഷൻ പോയി, സേലം സ്റ്റേഷൻ പോയി, കോയമ്പത്തൂർ സ്റ്റേഷൻ പോയി. ആരാ രാജ്യം ഭരിച്ചത്? കോൺഗ്രസ്. ആരാ രാജ്യം ഭരിച്ചത്? CPM. ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ്. അന്ന് ഈ പാലക്കാട് ഡിവിഷൻ പകുതിയായി വിഭജിച്ചപ്പോൾ അന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കാശിക്ക് പോയിരുന്നു. അന്ന് CPM നേതാക്കന്മാർ കാശിക്ക് പോയോ? ഒരക്ഷരം ഉരിയാടിയോ? അത് ഇത്രയും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ പാലക്കാട് നഷ്ടപ്പെട്ടല്ലോ. മാത്രമല്ല അന്ന് കേരളത്തിന് ഞാൻ സൂചിപ്പിച്ചാലോ 360 കോടി രൂപ ചില്ലിക്കാശല്ലേ കിട്ടിയത്. അന്ന് പ്രതിഷേധിച്ചു ഇവർ. പക്ഷെ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇവരുടെ പ്രതിഷേധത്തിൽ യാതൊരു സത്യസന്ധതയുമില്ല, യാതൊരു ആത്മാർത്ഥതയുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഞങ്ങളിതിന് പ്രാദേശികവാദമായിട്ടോ വിഭജനവാദമായിട്ടോ ഇത് ഞങ്ങളിതിനെ കാണുന്നില്ല. പക്ഷേ കോൺഗ്രസ് CPM അവർ വിഘടനവാദത്തിൻ്റെ രാഷ്ട്രീയക്കാരാണ്. അവരിതിനെ കർണാടകം കേരളം പ്രശ്നമാക്കി മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, KC വേണുഗോപാലോട് ചോദിക്കട്ടെ, DK ശിവകുമാർ എന്നാൽ ഞങ്ങൾക്ക് ഈ കേരളത്തിലെ കോൺഗ്രസ്സിന് പ്രതിഷേധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ മംഗലാപുരം വേണ്ട എന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയുമോ? ഇവിടെയും വിഭജനവാദം. ഇപ്പോൾ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിലും അതുപോലത്തെ വീര സവർക്കറുടെ കാര്യത്തിലും ഈ വിഭജനത്തിൻ്റെ വിഷവിത്ത് വിതക്കാനാണ് മുസ്ലിം ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ചെയ്യുന്നത്. ഇവിടെയും ഈ റെയിൽവേ വികസന രംഗത്തും വിഭജനം കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ഇവിടെ കുറച്ച് തുക നഷ്ടം വരും. ഈ നഷ്ടം വന്നാൽ ആരാ കൊണ്ടുവന്നത്? അമേരിക്ക. ഇവിടെ പാലക്കാട് ഡിവിഷൻ, മൈസൂർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റെയിൽവേൻ്റെ ഭാഗമല്ലേ. നമ്മുടെയൊക്കെ പഴയ കാലത്തുള്ള ഈ കോൺഗ്രസ് നേതാക്കന്മാർ കരുതേണ്ടത് അന്നുള്ള വികസന സങ്കല്പവും അല്ല ഇന്നുള്ളത്. അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് റെയിൽവേക്ക് പ്രത്യേക ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. ഇന്ന് റെയിൽവേ പ്രത്യേക ബഡ്ജറ്റിലെല്ലാം ഒരു ബഡ്ജറ്റാണ്. മാത്രമല്ല ഓരോ സംസ്ഥാനത്തും യാത്രക്കാർക്ക് എന്താണോ ആവശ്യം അതനുസരിച്ച് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ യാത്രക്കാർ കൂടുതലുണ്ട്, പുതിയ ട്രെയിനുകൾ വരും. റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ചു. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ഇവിടെ ആനുകൂല്യങ്ങൾ വികസനം കൊണ്ടുവരും. അത് ഈ ഡിവിഷൻ്റെ വരുമാനം എത്രയാ, അത് റെയിൽവേൻ്റെ നീളം എത്രയാ, ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പം വികസനം വരുന്നത്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, മംഗലാപുരത്തു നിന്നും നമ്മുടെ പുതിയ പാത വരുന്നു കന്യാകുമാരിക്ക്. ഇവിടെ പാലക്കാട് മംഗലാപുരത്ത് തുടങ്ങിയിട്ട് ഉള്ളാൾ കഴിഞ്ഞാൽ അപ്പുറം നിർത്തി കളിയോ പാത. പിന്നെ തുടങ്ങുന്നത് അങ്ങ് തിരുവനന്തപുരം ഡിവിഷൻ അവിടെ നിന്നാണോ പിന്നെ ആരംഭിക്കുക? ഇപ്പം ദീർഘദൂര തീവണ്ടി വരാൻ വേണ്ടി പോവുക പുതിയ. അങ്ങനെ വരുമ്പം മംഗലാപുരത്തെത്തി അവിടെ നിർത്തുന്നോ? ഇതിപ്പോൾ ഡിവിഷൻ്റെയോ മറ്റോ ഒരു വിഷയമല്ല. ജനങ്ങൾക്ക് ആവശ്യം ദീർഘദൂര ട്രെയിൻ ആവശ്യമാണോ കൊടുക്കും, ഹ്രസ്വദൂര തീവണ്ടി ആവശ്യമാണോ കൊടുക്കും. ഇപ്പം ഇന്ന് ഞാനൊരു മാധ്യമം നമ്മുടെ ഇവിടെ കണ്ണൂരിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി ഞാൻ കണ്ടു. നമ്മുടെ കണ്ണൂരിൽ നിന്നും കാസർഗോഡ് ഭാഗത്തേക്ക് യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ സംബന്ധിച്ച് ശരിയാണത്. ഞങ്ങളതിനൊക്കെ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ഡിവിഷന് ഒരു 2-3 മെമു
അനുവദിക്കണം. അതായത് ഹ്രസ്വദൂര യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ പരിഹരിക്കാൻ തിരുവനന്തപുരം ഡിവിഷനും പാലക്കാട് ഡിവിഷനും പുതിയ മെമു അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആവശ്യമാണ്. യാത്രക്കാർക്ക് പുതിയ തീവണ്ടി വേണോ, പുതിയ തീവണ്ടി കൊടുക്കാൻ തയ്യാറാണ്. യാത്രക്കാരുടെ ആവശ്യമനുസരിച്ച് അത് ഏത് ഡിവിഷൻ, അതിലേത് ഭാഷക്കാരാണ് കൂടുതൽ കയറുന്നത്. ഇപ്പോൾ പറയുന്നത് ഞാൻ കണ്ടു, ഒരു മാധ്യമത്തിൽ ഞാൻ കണ്ടു, അതായത് ഈ തീവണ്ടിയുടെ റിപ്പയർ പാലക്കാട് മംഗലാപുരം അപ്പുറത്തായതുകൊണ്ട് എന്നെ റിപ്പയർ നടക്കാൻ പോകുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഡിവിഷൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ തീവണ്ടി എഞ്ചിൻ്റെ മെയിൻ്റെനൻസ് നടക്കുന്നത്? നിങ്ങൾക്കറിയോ, പാലക്കാട് ഡൽഹിയിൽ പോകുന്ന ജമ്മു താവി പോകുന്ന തീവണ്ടിയുടെ എഞ്ചിൻ്റെ മെയിൻ്റെനൻസ് പാലക്കാട് വെച്ച് നടക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്, മംഗലാപുരത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ എന്താ പിന്നെ ഒരു വാദം കേട്ടു, റിസർവേഷൻ കുറഞ്ഞു പോകുന്നു. ഈ റിസർവേഷൻ എങ്ങനെ കുറയുന്നത്? ഡിവിഷൻ അടിസ്ഥാനത്തിലാണോ റിസർവേഷൻ? പഴയ കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ റെയിൽവേ സ്റ്റേഷനും കോട്ടയുണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ നമുക്ക് റിസർവേഷൻ കമ്പ്യൂട്ടർ റിസർവേഷനാണ്, പോലും കുറയാൻ പോകുന്നില്ല. പിന്നെ ഇ ക്യൂവിനെ കുറിച്ച് ആകെ ഇ ക്യൂ എത്ര ആൾക്കാർ കിട്ടുക? ഞങ്ങൾ പറയുന്ന ഇ ക്യൂവിനും വ്യത്യാസം വരില്ല, ഇ ക്യൂവിനും വ്യത്യാസം വരില്ല. ഇവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണവും വസ്തുതക്ക് നിരക്കുന്നതല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഈ കോൺഗ്രസ് അല്ല രാജ്യം ഭരിക്കുന്നത്, കോൺഗ്രസും CPM അല്ല രാജ്യം ഭരിക്കുന്നത്. രാജ്യത്തെ ഈ ഭാരതത്തെ ഒന്നായി കാണുന്ന, ഭാരതത്തെ ഏകമായി കാണുന്ന, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കാണുന്ന ഭാരതീയ ജനതാ പാർട്ടിയും NDAയും നരേന്ദ്രമോദിയുമാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നടന്നത് ഇപ്പോൾ ആവർത്തിക്കും എന്നാരും ഭയപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട.